ആദ്യമേ തന്നെ നമ്മൾ ഇവിടെ എവിടെ ആയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കല്ലേ ഇവിടെ ഇപ്പോൾ വരുന്നത് അല്ലേ? അപ്പൊ ആദ്യം നിങ്ങളെ എല്ലാവരെയും സെന്റ് ജോസഫ് ആശ്രമം, കാരുണ്യമാതാവിന്റെ സഹോദരന്മാരുടെ സന്യസ്ത സഭ, ആ സഭയുടെ ഏഷ്യയിലെ ഒരേ ഒരു കമ്മ്യൂണിറ്റിയാണ് സെന്റ് ജോസഫ് ആശ്രമം. അത് നമ്മുടെ നെയ്യാറ്റിൻകര രൂപതയിലെ ഈ സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് ഞങ്ങളുടെ സഭയെ സംബന്ധിച്ച്. ഞങ്ങളുടെ സഭ 1839 ബെൽജിയത്തിൽ മലീൻ എന്ന സ്ഥലത്ത് ഒരു ജനുവരി 25-ാം തീയതിയാണ് ബെൽജിയംകാരനായ വിക്ടർ സ്കെപ്പസ് അച്ഛൻ സ്ഥാപിച്ചത്. അപ്പൊ ഇന്നലെ നമ്മൾ തുടങ്ങിയിട്ട് 187 വർഷമായി ഞങ്ങളുടെ സന്യാസ സഭ. അപ്പൊ ഈ 87 വർഷമായ സന്യാസ സഭയ്ക്ക് വേറൊരു പ്രത്യേകം ഉണ്ടായിരുന്നു. 2 ദിവസം മുമ്പാണ് ഞങ്ങളുടെ സഭയിലെ ഏഷ്യയിലുള്ള ആദ്യത്തെ ഒരു ബ്രദർ അച്ഛനായി മാറിയത്. പാറശാല നെടുവാൻവിള ഇടവകയിൽ നിന്നുള്ള ബ്രദർ ഷൈജു മനോഹരൻ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ ദിവസങ്ങൾ വളരെ ആനന്ദത്തിന്റെ അഭിമാനത്തിന്റെ ദിവസങ്ങളാണ്. ഈ ഒരു ദിവസത്തെ തന്നെ നിങ്ങൾ സെന്റ് ജൂഡ് ഇടവക അല്ലേ, നിങ്ങൾ ആ ഇടവകയിലെ മതബോധന കുട്ടികൾ കാറ്റഗിസം, അപ്പൊ നിങ്ങളെല്ലാവരും ഇന്നിവിടെ വന്നത്. അപ്പോൾ ഈ ഒരു വളരെ ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങളുടെ ഈ ദിവസത്തിൽ ഞങ്ങളുടെ സന്തോഷത്തോടൊപ്പം ചേരുവാനും ഞങ്ങളുടെ കുട്ടികളെ കാണുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും കടന്നു വന്ന നിങ്ങളെ ഓരോരുത്തരെയും സെന്റ് ജോസഫ് ആശ്രമത്തിലെ ഓരോ ബ്രദർമാരുടെ പേരിലും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, എൻ്റെ പേര് ബ്രദർ അജിൻ. എൻ്റെ സ്വദേശിയുടെ അടുത്ത് തന്നെയാണ്. ഞാൻ പഠിച്ച സ്കൂൾ സെന്റ് സേവിയേഴ്സ് പേര്, അവിടെയാണ് എൻ്റെ ഹൈസ്കൂൾ. എൻ്റെ അനിയൻ പഠിച്ചതല്ല. ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾ പലരെയും എവിടെയൊക്കെ കണ്ട് അവരുടെ ഓർമ്മയുണ്ട്. സിസ്റ്ററിനെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലെ സുപ്പീരിയർ ആണ്. ജസ്റ്റ് ഒരു 3 മാസം ആയതേ ഉള്ളൂ ഇവിടുത്തെ സുപ്പീരിയർ ആയിട്ട്. പഠിച്ചതും ബാക്കിയെല്ലാം പുറത്ത് റോമിലായിരുന്നു. ഇത് ബ്രദർ പൗളോ, ഞങ്ങളുടെ 12 വർഷത്തെ ജനറൽ സുപ്പീരിയറും അത് കഴിഞ്ഞിട്ട് 6 വർഷം സെക്രട്ടറി ജനറൽ, അത് കഴിഞ്ഞ് ജനറൽ കൗൺസിൽ മെമ്പർ. അതായത് ഞങ്ങളുടെ സന്യാസഭയുടെ ഉയർന്ന പദവിയിലുള്ളതാണ്. ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഉണ്ട് ഞങ്ങളുടെ ബ്രദറിന്റെ പട്ടത്തിനായിട്ട് വന്നതാണ്. അച്ഛൻ്റെ പേര് ബ്രദർ പൗളോ എന്നാണ്, പൗളോ. ഓക്കെ, അച്ഛൻ്റെ സ്ഥലം സെന്റ് ആന്റണീസിന്റെ സ്ഥലം എവിടെയാ? പാതുവയിലാണ് അച്ഛൻ്റെ സ്ഥലം. ഓക്കെ, അപ്പൊ അച്ഛൻ നിങ്ങളുടെ അടുത്ത് 2 വാക്ക് പറയുന്നതായിരിക്കും കുറച്ച് കഴിഞ്ഞ ശേഷം. അതിനു മുമ്പായിട്ട് ഞങ്ങളുടെ സഭയെ കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടോ. ഞങ്ങളുടെ സഭ ഉടുപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, കറുത്ത ഉടുപ്പ്, ബ്രൗൺ കുരിശുള്ളത്. നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല, ഞങ്ങൾക്ക് മതമുണ്ടോ. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ സഭയെ കുറിച്ച് ഒരുപക്ഷെ 2 വാക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. അതിനുശേഷം ബ്രദർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കും. അത് കഴിഞ്ഞ് ചാപ്പലിൽ പോയി നമ്മൾ ഒരു ചെറിയ പ്രാർത്ഥന നടത്തിയിട്ട് കുട്ടികളുടെ അടുത്തോട്ട് പോകും. അതാണ് നമ്മുടെ ഇവിടെ ഇന്നത്തെ ഷെഡ്യൂൾ. അത് കഴിഞ്ഞ് നിങ്ങളായിരിക്കും പിന്നെ കൊണ്ടുപോകുന്നത് ബാക്കി മുന്നോട്ട് ഈ പ്രോഗ്രാം. ഓക്കെ, ഞങ്ങളുടെ സഭയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1839, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ജനുവരി 25-ാം തീയതി ബെൽജിയത്തിൽ മലീൻ എന്ന സ്ഥലത്ത് മോൺസിഞ്ഞർ വിക്ടർ സ്കെപ്പ്, അതായത് ദൈവദാസനായ വിക്ടർ അച്ഛൻ സ്ഥാപിച്ച ഒരു കുഞ്ഞു സന്യാസ സമൂഹമാണ് ബെൽജിയത്ത്. അതിന്ന് പടർന്ന് പന്തലിച്ച് ഇറ്റലി, ബെൽജിയം, ലാറ്റിൻ അമേരിക്ക, അർജന്റീന, ഉറുഗ്വായ്, ആഫ്രിക്ക, പിന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വികസിച്ച് നിൽക്കുകയാണ്. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഈ സന്യാസ സഭ സ്ഥാപിച്ചതെന്ന് പറയുകയാണെങ്കിൽ, അന്നത്തെ കാലത്ത് ഈ ജയിൽവാസികളെ ശുശ്രൂഷിക്കുന്നതായിരുന്നു ഏറ്റവും വലിയൊരു നമ്മുടെ ഒരു മിഷനായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞു കുട്ടികൾക്ക് വിദ്യാഭ്യാസം, അതായത് അന്നത്തെ കാലത്ത് ഈ കുട്ടികൾ പോലും കൽക്കനിയിൽ ജോലി ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള കഴിവ് ആ കുടുംബത്തിനില്ലാത്തതുകൊണ്ടും അവരെ സഹായിക്കുക എന്നൊരു ലക്ഷ്യമുണ്ടാക്കി. അങ്ങനെ അതുപോലെ വൃദ്ധരായവരെ സഹായിക്കുക. അപ്പോൾ വൃദ്ധരായവരെ സഹായിക്കുക, കുട്ടികളെയും യുവാക്കളെയും ശുശ്രൂഷിക്കുക, അവരെ പഠിപ്പിക്കുക, അതോടൊപ്പം ജയിൽവാസികളെ ശുശ്രൂഷിക്കുക. ഇതായിരുന്നു മെയിൻ ലക്ഷ്യം എന്നത്, ഈ 3 ലക്ഷ്യങ്ങൾ. അപ്പൊ ഈ 3 ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് സ്ഥാപിച്ച ഈ സന്യാസ സമൂഹം
ഇന്ന് ലോകത്തിന്റെ ഈ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒത്തിരി 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 കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് കാരുണ്യ പ്രവൃത്തി മതിച്ച് കാരുണ്യ പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അറിയപ്പെടുന്ന തന്നെ കാരുണ്യ മാതാവിന്റെ സഹോദരന്മാരുടെ സഭ. നിങ്ങൾ കാരുണ്യ മാതാവിനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടില്ലെങ്കിൽ നിങ്ങൾ ചാപ്പലിൽ പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ കാരുണ്യ മാതാവിന്റെ സഹോദരന്മാരുടെ സഭ. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാരുണ്യ പ്രവൃത്തികളും ഞങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ കൊച്ചിക്കേരളത്തിൽ ഇവിടെയാണെങ്കിൽ നമുക്ക് നവജീവൻ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ പൂർ ഹോം, അതായത് സെമി ഓർഫൺ, അങ്ങനെയുള്ള കുടുംബത്തിൽ ബുദ്ധിമുട്ടുകളുള്ള ബ്രോക്കൺ ഫാമിലി, ദാരിദ്ര്യം, കഷ്ടപ്പാട് അല്ലെങ്കിൽ ക്യാരക്ടർ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, അങ്ങനെ അവരെ പഠിപ്പിക്കുന്നു. അവരെ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവരെ നമ്മൾ രൂപീകരിക്കുന്നു. അവർ നല്ല പഠിച്ച് IAS IPS ആക്കി മാറ്റുക എന്നതല്ല, ഞങ്ങളെ സംബന്ധിച്ച് നല്ല കുട്ടികളാക്കി സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ അവരെ രൂപീകരിക്കുന്നു. അത് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും അവിടെ ജീവിതത്തിൽ പാർട്ടായി മാറുകയാണ്. ഇനി മറ്റു രാജ്യങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇറ്റലിയിൽ ഞങ്ങൾക്ക് കൂടുതലും സ്കൂളുണ്ട്, അല്ലെങ്കിൽ വയസ്സായ വൃദ്ധരായ അമ്മമാരെ അപ്പന്മാരെ നോക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ അവിടെയും ഞങ്ങൾ അവരെ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവരോടൊപ്പം ആയിരിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ്. ഞങ്ങൾ വിക്ടർ അച്ഛൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഫൗണ്ടർ അച്ഛൻ പറഞ്ഞ കാര്യമാണ്, അവരോടൊപ്പം ആയിരിക്കുക. നിങ്ങൾ കളിക്കുകയാണോ, അവർ ഉറങ്ങുകയാണോ, അവർ പഠിക്കുകയാണോ, എവിടെയായാലും കുട്ടികൾ നോക്കുമ്പോൾ അവരുടെ കാണുന്ന ഡിസ്റ്റൻസിൽ ഒരു ബ്രദർ ഉണ്ടായിരിക്കണം. അപ്പൊ അവരോടൊപ്പം ആയിരിക്കും എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതോടൊപ്പം ഇറ്റലിയിലാണെങ്കിൽ സ്കൂൾ ഇങ്ങനെ വിദ്യാഭ്യാസമാണെങ്കിൽ, ഇനി ആഫ്രിക്കയിലോട്ട് പോകുകയാണെങ്കിൽ അവിടെ ഒട്ടനവധി കാര്യങ്ങളാണ്. അവിടെ ഡിസേബിൾ ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നു. അവർക്ക് വേണ്ടി ഒരു സ്ഥാപനമുണ്ട്, സ്കൂളുകൾ. അങ്ങനെ ആഫ്രിക്കയിലെ അവർ വളരെ സഹായിക്കുന്നു. ലാറ്റിൻ അമേരിക്കയിലോട്ട് കടന്നു പോവുകയാണെങ്കിൽ അവിടെയാണെങ്കിൽ വയസ്സായ ആൾക്കാർക്ക് വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകാത്ത ഒരു വ്യത്യസ്തമായ ഒരു മിഷൻ ഞങ്ങൾക്ക് അവിടെ ഉണ്ട്. അർജന്റീന പോലെ രാജ്യങ്ങളിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഗർഭിണികളാകുന്ന സ്ത്രീകളുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് അവര് പ്രഗ്നന്റ് ആയ ഗർഭിണി ആയ നിമിഷം മുതൽ ഒരു കുഞ്ഞിന് 4 വയസ്സ് ആകുന്നവരെ ഞങ്ങൾ അവരെ ശുശ്രൂഷിക്കും. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർക്ക് ആവശ്യമായ പോഷകാഹാരങ്ങൾ, അവർക്ക് ആവശ്യമായ ഗൈഡൻസ്, മക്കളെ എങ്ങനെ നോക്കാം, ഇങ്ങനെ ഒത്തിരി സഹായങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡീഅഡിക്ഷൻ സെന്ററുകൾ, അങ്ങനെ കാരുണ്യ പ്രവൃത്തികൾ എങ്ങനെയൊക്കെ ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പാറ്റേൺ എന്ന് പറയുന്നത് വിശുദ്ധ യൗസേപ്പ് പിതാവാണ്, വിശുദ്ധ വിൻസെന്റ് ഡി പോൾ ആണ്. ഞങ്ങൾ ഇങ്ങനെയാണ് പലപ്പോഴും പറയാറുള്ളത്, നമ്മുടെ ഈശോയുടെ കരുണയുടെ മുഖം മറ്റുള്ളവർക്ക് ഞങ്ങൾ കാട്ടിക്കൊടുക്കും. പരിശുദ്ധ അമ്മയുടെ വാത്സല്യത്തൂടെ, അല്ലെങ്കിൽ ഔസേപ്പ് പിതാവിന്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ് വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ ആത്മീയതയിൽ ചാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ഈ കാരുണ്യ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുക. അപ്പൊ ഇതാണ് ഞങ്ങളുടെ സന്യാസ സഭയെക്കുറിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. ഇത് ഇന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇന്ന് 187 വർഷം ആഘോഷിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഞങ്ങളുടെ പൗളോ അച്ഛനുണ്ട്, പൗളോ ബ്രദറുണ്ട്. അപ്പോൾ അച്ഛൻ എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും 2 വാക്ക് പറയാനുണ്ട്, എന്താണെന്ന് കേൾക്കാം. Prima di tutto un benvenuto. എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു മോസ്റ്റ് വെൽക്കം. Siamo veramente felici di accogliervi. Io sono veramente felice di vedere un gruppo veramente che non solo si prepara per conoscere, ma anche per vivere. അപ്പോൾ ഏറ്റവും ആദ്യമായി തന്നെ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. അതോടൊപ്പം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് കൊണ്ട്, നിങ്ങൾ നമ്മുടെ ഇപ്പോൾ ആയിരുന്നത് കൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. Perché è importante sì conoscere Gesù, però sapere come lui vive e cercare anche noi di vivere come lui. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഈശോയെ അറിയുക, അറിഞ്ഞ ഈശോയെ മറ്റേ പകർന്നു കൊടുക്കുക. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. E allora questa giornata è una giornata che vi deve aiutare a essere veramente gruppo, a essere veramente una famiglia. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു ഗ്രൂപ്പായി, ഒരു കുടുംബമായി നിന്നുകൊണ്ട് മറ്റുള്ളവരെ ഒന്ന് സഹായിക്കുക. അതായത് ഒറ്റയ്ക്കല്ല, നിങ്ങൾ അല്ല, പക്ഷെ നിങ്ങൾ ഒരു കുടുംബമാണ്. ആ കുടുംബമായിരുന്നു കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക. Perché noi diciamo che la Chiesa è una grande famiglia, però dobbiamo vivere questa famiglia e accoglierci gli uni gli altri. അതായത് സഭ എന്ന് പറയുന്ന ഒരു വലിയ കുടുംബമാണ്. അപ്പൊ ആ കുടുംബത്തിലായിരിക്കുന്നില്ല, നമ്മൾ ആ കുടുംബത്തിൽ ജീവിക്കണം. ജീവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ആ സുവിശേഷം നൽകിക്കൊണ്ട് ജീവിക്കണം. E allora questa giornata deve essere diciamo vissuta nell'allegria, vissuta di una forma di veramente di unione fra noi. അപ്പൊ ഇന്നത്തെ ഈ ദിവസം സന്തോഷത്തോടെ പൂർണ്ണമായ സന്തോഷത്തോടെ ആയിരിക്കുക. അതോടൊപ്പം തന്നെ ഒരേ ഐക്യം, നിങ്ങൾ പരസ്പരം നല്ല ഐക്യത്തിലും സന്തോഷത്തോടൊപ്പം ആയിരിക്കുക. Una volta Gesù ha detto a un giovane: vieni e vedi. ഒരിക്കൽ യേശു പറഞ്ഞ ഒരു യുവാവിനോട്, വന്ന് കാണുക. E per questo allora
noi dobbiamo venire, noi dobbiamo unirci in parrocchia, noi dobbiamo vedere a un certo punto come possiamo amare come Gesù. അപ്പോൾ അതുകൊണ്ട് നമ്മളും ഇതുപോലെ ദേവാലയങ്ങൾ, ഇടവക ദേവാലയത്തിൽ വരണം, അല്ലെങ്കിൽ ഒരുമിച്ച് കൂടണം, എങ്ങനെയാണ് ഈശോ ജീവിച്ചതെന്ന് മനസ്സിലാക്കണം. E allora una giornata come questa è sperimentare l'amicizia e sperimentare a un certo punto l'amore tra noi. അപ്പൊ ഇങ്ങനെ ഈ ഒരു ദിവസം നമ്മുടെ സൗഹൃദങ്ങൾ ഊട്ടി ഉറപ്പിക്കാനും ബലപ്പെടുത്തുവാനും ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു നല്ല ദിവസമാകട്ടെ. Allora io vi auguro veramente una giornata di gioia, una giornata in cui vedete cosa significa amare gli altri. അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസം, മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കാമെന്ന് പഠിക്കുവാനുള്ള ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. Bene, allora forza e coraggio. ധൈര്യത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. Bene, bene, bene. നിങ്ങൾക്ക് ആർക്കെങ്കിലും അച്ഛനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഒത്തിരി അച്ഛൻ പാതുവയിലാണ് അച്ഛൻ്റെ സ്ഥലം. അച്ഛൻ റോമിലാണ് ഇപ്പൊ വരുന്നത്. റോമിൽ വെച്ചാൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എന്തുണ്ട്? കാരിക്കോസ് പഠിക്കുന്നില്ലേ? സെന്റ് പീറ്ററിന്റെ കല്ലറയില്ലേ? ഓക്കെ. നമ്മുടെ ഇപ്പോഴത്തെ പോപ്പിന്റെ പേരെന്താ? ഓക്കെ. അപ്പൊ ലിയോ 14 പോപ്പ് താമസിക്കുന്ന പാലസിൽ നിന്ന് ജസ്റ്റ് ഒരു 200 meters ഡിസ്റ്റൻസിലാണ് ഞങ്ങളുടെ ഹൗസ് ഇരിക്കുന്നത്. അവിടെ ഞങ്ങൾക്ക് ഒരു സ്കൂളുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ഇപ്പൊ പൗലോച്ചൻ വരുന്നത്. ഞങ്ങളൊക്കെ കുറച്ച് മുമ്പ് അവിടെ നിന്ന് വന്നതായി പോയി. ഓക്കെ. അപ്പോ ഞങ്ങൾക്ക് സാധാരണ ഞങ്ങളുടെ ജെല്ല് തുറന്നു കഴിഞ്ഞാൽ പോപ്പിനെ കാണാൻ സാധിക്കും, അത്രയും അടുത്താണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അച്ഛനോട്? അച്ഛൻ അതോടൊപ്പം തന്നെ അച്ഛൻ 20 കൊല്ലം സ്പെയിനിലായിരുന്നു, ഒരു 20 കൊല്ലം അർജന്റീന ഉറുഗ്വേയിലായിരുന്നു, പിന്നെ ആഫ്രിക്കയിൽ ബുറൂന്തി ആയിരുന്നു. അപ്പൊ അച്ഛന് 80 വയസ്സോളം ആയിട്ടുണ്ട്. അച്ഛന്റെ ലൈഫിലെ ഓൾമോസ്റ്റ് പകുതിയിൽ കൂടുതലും അച്ഛൻ വിദേശ രാജ്യങ്ങളിൽ, നിങ്ങൾ മിഷണറി കേട്ടിട്ടുണ്ടാവും, കാണാനുണ്ടാവും. നമുക്ക് മുന്നിൽ ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്. 20 വർഷം സ്പെയിന്, വെന്തിയാനി, സ്പാഞ്ഞ, 20 വർഷത്തിൽ കൂടുതൽ, 20 വർഷത്തോളം ലാറ്റിൻ അമേരിക്ക, അർജന്റീന, ഉറുഗ്വായ്, അത് കഴിഞ്ഞിട്ട് ബുറൂന്തി, ആഫ്രിക്കയിൽ ബുറൂന്തി, അത് കഴിഞ്ഞ് ഇപ്പോൾ ഇന്ത്യ, വീണ്ടും അടുത്ത് ഇവിടെ നിന്ന് വന്ന് അടുത്ത മാസം വീണ്ടും ഇവിടെ പോകുന്ന ആഫ്രിക്കയിൽ ബുറൂന്തി. അപ്പൊ ഇങ്ങനെ അച്ഛന് മിഷൻ പ്രവർത്തനങ്ങളിലൂടെ നടക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ uണ്ടെങ്കിൽ ചോദിക്കാം. Bene. Io stavo dicendo che se avete qualche domanda, Ecco. tu come sei stato in Argentina, Spagna, Burundi, Italia, quindi ce l'avevano qualche dubbio, si farà. യാഗമാവാനനുദിനവും കുരിശോളം സ്വയമേകി നീ ആണിയാഴും വേദനയിൽ മുറിവോളം ക്ഷമയായി നീ സ്നേഹമേ നീ അരുളിയിടും കൂടെ വാഴാൻ അനുവാദം നീതിമാനെ തിരുമുമ്പിൽ താണുവീഴാൻ ഒരു നിമിഷം അലിവൊഴുകും തിരുരൂപം അകതാരിൽ തെളിയുകയായി മിഴി നിറയും അനുതാപം അറിയാതെന്നിൽ വഴിയുകയായി. ബഹുമാനമുള്ള സെന്റ് ജൂഡ് ഇടവക യുവജനങ്ങളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, നവജീവൻ കൂട്ടുകാരെ, ഈ പ്രഭാതത്തിൽ നാം ഓരോരുത്തരും ഒത്തുചേർന്നിരിക്കുകയാണ്. ആ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഈ നവജീവൻ കുടുംബത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്ത് സംസാരിക്കാനായിട്ട് നവജീവന്റെ പ്രതിനിധിയായിട്ടുള്ള അഖിലിനെ സ്വാഗതം ചെയ്യുന്നു. സെന്റ് ജൂഡ് ചർച്ചിൽ നിന്ന് വന്ന കേസിലെ സകല വ്യക്തികൾക്കും എൻ്റെ പേരിലും കമ്മ്യൂണിറ്റിയുടെ പേരിലും സകലപ്രദേശത്തിന്റെ പേരിലും ഇവിടെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു നിങ്ങൾ സെന്റ് ജൂഡ് പള്ളിയിൽ നിന്ന് ഇങ്ങനെ വരുന്നതെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ നിങ്ങളുടെ നേരത്തെ ഇടവകയിലെ വികാരിയായിരുന്ന ബഹുമാനമുള്ള മോൺസിഞ്ഞോർ എ ജെയിംസ് അച്ഛൻ തുടങ്ങിയ ഒരു സ്ഥാപനമാണിത്. പേയാട് ഇടവകയിലായിരുന്നപ്പോഴാണ് അച്ഛൻ ഇതൊരു ആശയം തുടങ്ങുകയും അവിടെ കുറച്ച് കുട്ടികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവിടെ 2-3 സ്ഥാപനങ്ങൾ തുടങ്ങുകയും അതിൽ പിന്നീട് ഇവിടെ നവജീവൻ കമ്പനിമുക്കില് കുറച്ച് സ്ഥലം വാങ്ങി ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു 1990-കളിലാണ് അച്ഛൻ ഈ ഒരു ആശയം തോന്നുകയും ഇങ്ങനെ ഒരു സ്ഥാപനം സ്ഥാപിക്കണമെന്ന് ഉള്ള
മനസ്സിലാക്കുകയും ചെയ്തത്. അതിന് മുന്നോടിയായിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥാപനം ചെയ്തത്. സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ട കുറെ ആൾക്കാർക്ക് വേണ്ടി ആൾക്കാരെ പഠിപ്പിക്കാനും കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനും ഒത്തിരി ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനായിട്ട് അച്ഛൻ സ്ഥാപിച്ചൊരു സ്ഥാപനമാണ്. തുടക്കത്തിൽ 300ഓളം സ്റ്റുഡൻസും 100ഓളം സ്റ്റാഫുകൾ ഇവിടെ ഉണ്ടായിരുന്നു. 2016 കാലഘട്ടത്തിൽ ഗവൺമെന്റ് നിയമങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആക്കിയതിനു ശേഷം അത് ബോയ്സ് ഹോമിലേക്ക് ആയി, ആൺകുട്ടികൾക്ക് മാത്രം നിന്ന് പഠിക്കാനുള്ള ഒരു സ്ഥാപനമായി മാറി. ആ സമയത്തും 100ഓളം കുട്ടികൾ ഇവിടെ നിന്ന് പഠിക്കുകയും സ്കൂളിൽ പോവുകയും അച്ഛൻ ഒത്തിരി കാര്യം സഹായിക്കുകയും വിദേശത്ത് പോയി ഇവർക്ക് വേണ്ടി ധനസഹായം കണ്ടെത്തുകയും അവരെ എപ്പോഴും കരുതുകയും ചെയ്തിരുന്നു. അപ്പോ ഇപ്പം നിയമങ്ങളൊക്കെ കർശനമായതുകൊണ്ടും അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള വീടുകളിൽ നിന്ന് മാത്രമാണ് ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ നിൽക്കാനുള്ള ലൈസൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒത്തിരി എല്ലാവർക്കും ഇവിടെ നിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ 50ഓളം പേരാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ നിൽക്കുന്നത്. ഈ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ 30ഓളം കുട്ടികൾ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് ഒരു 3-4 കുട്ടികൾ വീട്ടിലേക്ക് പോയി, വീട്ടിൽ നിന്ന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കി അവർ വീട്ടിൽ പോയി പഠിക്കുകയാണ്. ഇപ്പോൾ നവജീവൻ ബോയ്സ് ഹോമിൽ അല്ലെങ്കിൽ നവജീവൻ ഹോം ഫോർ ബോയ്സിൽ 26 കുട്ടികളാണ് പഠിക്കുന്നത്. അതെല്ലാവരും ആൺകുട്ടികളാണ്. 4ാം ക്ലാസ് മുതൽ +2 വരെയുള്ള പഠിക്കുന്ന കുട്ടികളാണുള്ളത്, പ്രധാനമായിട്ടുള്ളത്. നന്നായിട്ട് പഠിക്കാനൊക്കെ ശ്രമിക്കുന്നവരാണ്. അപ്പോൾ 26 പേരുണ്ട്. 26 പേരിൽ 3 പേര് LP സെക്ഷനിൽ പഠിക്കുന്നു, 7 പേര് UP പഠിക്കുന്നു, ബാക്കിയുള്ളവര് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലായിട്ട് പഠിക്കുന്നു. അപ്പോൾ ഇവര് ഇവിടെ ഞങ്ങളുടെ കൂടെ ബ്രദേഴ്സ് ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്, എല്ലാവരും കൂടെ പഠിപ്പിക്കുകയും അവരുടെ എല്ലാ കാര്യങ്ങളും വിദ്യാഭ്യാസത്തിലും ഭക്ഷണത്തിനും അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കുന്നത്. അവരെ സഹായിക്കാനും അവരെ പഠിപ്പിക്കുകയും ട്യൂഷൻ എടുക്കുകയും അവരുടെ എല്ലാ കഴിവുകളും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് ചില മത്സരങ്ങളും ആർട്സും സ്പോർട്സും ബാക്കി ആർട്ട് പോലുള്ള അതിനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ ആർട്സ് മത്സരം നടത്തി, സ്പോർട്സ് മത്സരം നടത്തി, റൈറ്റിംഗ് കോമ്പറ്റീഷൻ നടത്തി. അപ്പൊ എല്ലാവരും വളരെ ശക്തിയായിട്ട് അവര് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തു. 3 ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് അവർ നന്നായിട്ട് പങ്കെടുക്കുകയും വളരെ വിജയം കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ നല്ല കഴിവുള്ള നല്ല താല്പര്യമുള്ള കുട്ടികളാണ് നമുക്കുള്ളത്, ബോയ്സ് ഹോമിൽ ഉള്ളത്. അപ്പൊ അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം, പതുക്കെ തന്നെ പരിചയപ്പെടാം. നിങ്ങളും പരിചയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. കാരണം അവര് പുറത്ത് സ്കൂളിലാണ് പോയി പഠിക്കുന്നത്. നമ്മുടെ അടുത്തുള്ള ഒരു ചാങ്ങ സ്കൂളിലാണ് LP-ക്കാർ പോകുന്നത്. 3 പേര് പോകുന്നു. പിന്നെ UP സെക്ഷനിൽ പഠിക്കുന്നവര് കൊണ്ണിയൂർ, നിങ്ങൾക്ക് അറിയാമായിരിക്കും, കൊണ്ണിയൂർ സിസ്റ്റേഴ്സ് എന്ന സ്കൂളിൽ പഠിക്കുന്നു. പിന്നെ ഹൈസ്കൂളുകാര് നിങ്ങളുടെ നിങ്ങളുടെ സ്വദേശത്തിനടുത്തുള്ള അന്തീർകുളം ലിറ്റിൽ ഫ്ലവേഴ്സ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. പിന്നെ +2, +1 ഇവിടെ അടുത്തുള്ള ആരനാട്, നെടുമങ്ങാട് സ്കൂളുകളിൽ അവർ പഠിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് പൊതുവായിട്ട് ബേസിക് ആയിട്ട് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള മറുപടി പറയാൻ സാധിക്കും. അപ്പോ നമ്മുടെ കുട്ടികളെ വിളിക്കുകയാണ്, അവരെ പരിചയപ്പെടുത്താൻ വേണ്ടി. അവര് പേരും ക്ലാസ്സും അവരെവിടെ നിന്നാണ് വരുന്നത്, അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അപ്പോ LP നിന്ന് എല്ലാവരും വരുമോ? LP പഠിക്കുന്നവർ വരിക, പേര് പറയുക, സ്ഥലം ഏതാണെന്ന് പറയുക. ഓക്കെ. തച്ചോട്ടുകാവിലാണ് വീട്, പേയാടിനടുത്ത്, നിങ്ങളുടെ സ്വദേശത്തിലാണ്. ഈ വർഷമാണ് ആദ്യം വന്നത്. ഓക്കെ. എന്റെ അദ്വൈത് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വീട് വട്ടപ്പാറ. വീട് വട്ടപ്പാറ. ആദ്യമായിട്ടാണ് അദ്വൈത് നന്നായിട്ട് സ്ഫുടമായിട്ട് അവന്റെ പേര് പറയണം, അല്ലെങ്കിൽ നാണക്കാരനായിരുന്നു. വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടിയൊക്കെ പറയുമായിരുന്നു. അപ്പം മിടുക്കാൻ. അപ്പം കൺഗ്രാജുലേഷൻസ്. എന്റെ പേര് ആമോസ്. കണ്ടൂടെ. എന്റെ പേര് ആമോസ്. ഞാൻ പഠിക്കുന്നു. സ്ഥലം പള്ളിക്കൽ. ആമോസ് ഞാൻ വരുന്നതിന് മുമ്പേ ഇവിടെ ഉണ്ട്. ഞാനിവിടെ ചാർജ് എടുക്കണം, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വന്നിട്ട് 4 വർഷമായി. 4 വർഷം മുന്നേ ആമോസ് ഉണ്ട്. നഴ്സറിയിൽ പഠിക്കുന്ന 3 വയസ്സിൽ ആമോസ് വന്നതാണ്. ഇപ്പം വളരെ മിടുക്കനായിട്ട് ഒക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും നല്ല കഴിവുള്ള നല്ല മിടുക്കനാണ് ആമോസ്. ഞാൻ നേരെ അവിടെ കണ്ടൂടാ ക്ലാസ്.
ഏതാ ക്ലാസ് പഠിക്കുന്നു? അഞ്ചാം പറ കേട്ടു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല കേട്ടൂടാ. ഉറക്കെ പറ. ആ 5ാം ക്ലാസ് പഠിക്കുന്നു. പാറശാലേ? ആ പാലോട്. ഉറക്കെ പറ കേട്ടൂടാ. ഓക്കെ ഉറക്കെ. മനീഷ് ഇപ്പൊ വന്നതാണ്, ഈ വർഷം വന്നതാണ്. മനീഷ് ഒത്തിരി കഴിവുള്ള പയ്യനാണ്. നല്ല പാട്ട് പാടും, നന്നായിട്ട് ഡ്രാമയൊക്കെ ചെയ്യും. അപ്പോൾ കഴിവുകളൊക്കെ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. നെയ്യാറ്റിൻകരയിൽ മാരായമുട്ടത്താണ് അജുമോന്റെ സ്ഥലം. അവിടെ കേട്ടു കണ്ടു. അമല് നേരത്തെ വന്ന ആമോസിന്റെ ജ്യേഷ്ഠനാണ്, 2ാമത്തെ ചേട്ടനാണ്. എന്റെ പേര് മഹേഷ്, ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്നു, സ്ഥലം കീഴാണ്. എന്റെ പേര് ആൽവിൻ, 8ാം ക്ലാസ് പഠിക്കുന്നു, സ്ഥലം വള്ളത്തോൾ. ഇത് ആമോസിന്റെയും അമലിന്റെയും ചേട്ടനാണ്. ഇനി ഒരു ചേട്ടൻ കൂടെ ഉണ്ട്. അവനും ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റുഡന്റ് ആയിരുന്നു. ഇപ്പൊ വീട്ടിൽ നിന്ന് പഠിക്കുന്നു, 10ാം ക്ലാസ് പഠിക്കാം. അഭിമന്യു ഈ വർഷം വന്നതാണ്. എന്റെ പേര് അരുൺ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, സ്ഥലം മണിയാപുരം. എന്റെ പേര് ജിതിൻ, ഞാൻ 9ൽ പഠിക്കുന്നു, സ്ഥലം പുല്ലൂർ. എന്റെ പേര് ജിതിൻ, ഞാൻ 9ൽ പഠിക്കുന്നു, സ്ഥലം പുല്ലൂർ. ഇവർ രണ്ടുപേരും എന്തെങ്കിലും സാമ്യം കാണുന്നുണ്ടോ? അവർ സഹോദരന്മാരാണ്, ട്വിൻസ് ആണ്. ഓക്കെ. എന്റെ പേര് റോഷൻ, ഞാൻ 9ൽ പഠിക്കുന്നു, സ്ഥലം വെള്ളം. എന്റെ പേര് ഷിജിൻ, ഞാൻ 9ൽ പഠിക്കുന്നു, സ്ഥലം പാവം. ഷിജിനും ഒത്തിരി കാലം വന്നിട്ട് 4-5 വർഷം കൊണ്ട് ഇവിടെ ഉണ്ട്. ഷിജിന് ഒരു കസിൻ ഇവിടെ പഠിക്കുന്നുണ്ട്. എന്റെ പേര് ആയിരത്തി, ഞാൻ 9ൽ പഠിക്കുന്നു, സ്ഥലം പാവം. എന്റെ പേര് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, സ്ഥലം പുലിയൂർ. എന്റെ പേര് ജോസ്ഫാൻ, 9ൽ പഠിക്കുന്നു, സ്ഥലം പാവം. എന്റെ പേര് വിഷ്ണു, ഞാൻ 10ൽ പഠിക്കുന്നു, സ്ഥലം ആറ്റിങ്ങൽ. എന്റെ പേര് നിശാന്ത്, 10ൽ പഠിക്കുന്നു, സ്ഥലം പൂർവ്വം. എന്റെ പേര് അരുൺ, ഞാൻ 10ൽ പഠിക്കുന്ന, സ്ഥലം പള്ളിത്തറ. എന്റെ പേര് അഖിൽ, ഞാൻ +2 പഠിക്കുന്ന, സ്ഥലം പൂർവ്വം. എന്റെ പേര് അലൻ, 10ൽ പഠിക്കുന്ന, സ്ഥലം അമ്പൂരി. അപ്പോഴേ നമ്മുടെ ചേട്ടന്മാര് 4 പേര് 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് 4 പേര്. ഒരാള് +2ലാണ്, ഇവിടെ അടുത്തുള്ള നെടുമങ്ങാട് സ്കൂൾ പഠിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ നവജീവന്റെ വിശേഷങ്ങൾ. ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും നിങ്ങൾക്ക് എന്തെങ്കിലും വാക്ക് സംസാരിക്കാനും ഉണ്ടെങ്കിൽ ഞാൻ മൈക്ക് കൈമാറുന്നു. നമ്മുടെ സെന്റ് ജൂഡ് പള്ളിയുടെ KCM അംഗങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും അവരോട് കൂടെ ആയിരിക്കാനും അവരുടെ സന്തോഷം പങ്കിടുവാനുമായിട്ട് വന്നത്. അപ്പം അതിനുള്ള പ്രവർത്തിച്ച KCM പ്രസിഡന്റിനെയും ബാക്കി ഭാരവാഹികളെയും അതുപോലെ തന്നെ കടന്നു വന്ന എല്ലാ മാതാപിതാക്കളെയും വളരെ പ്രത്യേകമായി അതിനുവേണ്ടി നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരുടെ കൂടെ ആയിരിക്കുന്ന ബഹുമാനമുള്ള സിസ്റ്ററിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാവരുടെ ഭാഗങ്ങളും അറിയിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനോ ചോദ്യങ്ങൾ ചോദിക്കാനോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ കുട്ടികളോട് കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷണിക്കുന്നു. KCM പ്രസിഡന്റിനെ സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട സിസ്റ്റർ, മാതാപിതാക്കളെ, കുട്ടികളെ, ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു സ്വീകരണം ഞങ്ങൾക്ക് തരുമെന്ന്. ഞാൻ സാധാരണ വിചാരിച്ചത് വരുന്നു, ജസ്റ്റ് നമ്മൾ കൊണ്ടുപോകാൻ കൊടുക്കുന്നു, പിന്നെ കുട്ടികളെ കാണുന്നു, പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് വളരെയധികം സ്വീകരണമാണ് നിങ്ങൾ ഒരുക്കിയത്. അതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് സെന്റ് ജൂഡ് KCM യൂണിറ്റിന്റെ പേരിലും സെന്റ് ജൂഡ് ഇടവകയുടെ പേരിലുമുള്ള ഒരുപാട് നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ ഇടവക എന്ന് പറയുന്നത് ഇപ്പോ ഇടവക എന്ന രീതിയിൽ രൂപീകരിച്ചിട്ട് ഇപ്പൊ ഒരു 2 വർഷം ആവുന്നതേ ഉള്ളൂ. KCMയുടെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. അപ്പോ അതിനുള്ളിൽ തന്നെ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ KCMയുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ സാധിച്ചു. അതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു ഇതേപോലെ ഒരു സ്ഥാപനം വിസിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് കിട്ടിയത് ഇവിടെ തന്നെയാണ്. അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇടവകയുടെ ഇടവക വികാരി രൂപം കൊടുത്ത ഒരു സ്ഥാപനത്തിലേക്ക് എത്താൻ സാധിച്ചതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിലുള്ള സന്തോഷവും
ഞങ്ങൾക്ക് ഇത്രയും വലിയ സ്വീകരണം തന്നെയുള്ള നന്ദി ഞാൻ അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റർ ഇപ്പോൾ നമുക്ക് സംസാരിക്കും. എല്ലാവർക്കും വിശ്വസിച്ച് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും എല്ലാവർക്കും സുഖമാണോ? ജിജി, റോസമ്മ, ജിജി, അതിപ്പോ എൻ്റെ ശരിക്കും എല്ലാവരും ഇവിടെയുള്ള മക്കളും എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും എല്ലാവരെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞ ജെയിംസ് അച്ഛൻ്റെ സ്ഥാപനമാണിത്. അല്ലെ, ഞങ്ങളുടെ സിസ്റ്റേഴ്സ് തയ്യാറുണ്ട്. അപ്പൊ അച്ഛനവിടെ പഴയ അവർക്ക് ആദ്യങ്ങൾ അറിയായിരിക്കും. പേയാട് സ്കൂളില് ഞാൻ 94 അവിടെ പഠിപ്പിക്കാൻ വന്നു. അപ്പോൾ ഇവിടെ ചില ക്ലാസ് റൂമുകളിലൊക്കെ സിമെന്റ് ബെഞ്ചുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജെയിംസ് അച്ഛൻ പണിതായിരുന്നു. അത് രണ്ട് സ്കൂളിന്റെ ചെയ്തത്. കാരണം തടി കൊണ്ടുള്ള ബെഞ്ചിട്ട് കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് അച്ഛൻ കുറെ ബെഞ്ചുകൾ, സിമെന്റ് ബെഞ്ചുകൾ, പിന്നെ മേടയുടെ ചുറ്റുവരുന്നുണ്ട്. അപ്പൊ അവർ പറഞ്ഞ ഇതൊക്കെ ഈ നവജീവന്റെ ആരംഭത്തിന്റെ അവശിഷ്ടങ്ങളായിരുന്നു. അവിടെ കുറച്ചു പേര് വെറും പാവപ്പെട്ട പിള്ളേരെ അച്ഛൻ അവിടെ നിർത്തി ഒരു ഓർമ്മ അവിടെ തുടങ്ങി. എന്റെ സിസ്റ്റേഴ്സ് പറഞ്ഞതാണ്. അങ്ങനെ കുറെ ഓർമ്മകൾ അവിടെ ഉണ്ടായിരുന്നു അച്ഛൻ. പിന്നെ ഞാൻ അച്ഛനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അച്ഛൻ്റെ ആദ്യത്തെ സ്ഥാപനം ഒത്തിരി മാറ്റങ്ങൾ വരുത്തി. ശരിയാണ്. ഇവിടെ വന്നിട്ട് കുറിച്ച് അച്ഛൻ്റെ കുറിച്ച് കുറെ സ്ഥാപനങ്ങളുണ്ടാക്കി അവിടെ എല്ലാം ഓരോരുത്തർക്കും ഓരോ ജോലി കൊണ്ടുവരുന്നു. അങ്ങനെയാണ് പേയുടെ പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ ഞാൻ അവിടെ പഠിപ്പിച്ച 10 വർഷം പഠിപ്പിച്ചപ്പോൾ എനിക്കറിയാം ഇന്ന് കാണുന്ന ആ സ്കൂളല്ല എങ്കിലും അവിടെ നിറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. എങ്ങനെയാ മൂപ്പുകൾ ചെയ്യുന്ന അങ്ങനെ തന്നെയാണ് ഓരോ സ്ഥലത്തും ക്ലാസ് റൂം കിട്ടിയത്. ഞങ്ങൾ ആ കാര്യം പാളക്കല്ലൊക്കെ ചവിട്ടി ഇറങ്ങി കയറി ഉന്നതങ്ങളിൽ പോയി താഴെ പോയി ഒക്കെയാണ് പഠിപ്പിച്ചത്. അന്ന് ഒത്തിരി പിള്ളേരെ പഠിച്ച ഒരു സ്കൂളാണ് സെന്റ് സേവിയർ സ്കൂൾ. ഇന്നപോലെ കുറച്ച് പിള്ളേരുള്ളൂ. അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ജയിച്ചിട്ടുണ്ട്. അന്ന് പറഞ്ഞാൽ കവചിവനല്ല ഇത്. അന്ന് വന്നപ്പോൾ വേറെ ഒത്തിരി പിള്ളേരുണ്ട്, സ്റ്റാഫുണ്ട്, ഒത്തിരി കെട്ടിടങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ നല്ല ഓർമ്മയുടെ മുമ്പിൽ ഞാൻ നമസ്കരിക്കുകയാണ്. അച്ഛൻ്റെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. കാരണം നല്ലൊരു വ്യക്തിത്വമായിരുന്നു ജയിച്ചത്. പാവങ്ങളെ സഹായിക്കണം എന്നുള്ളത്. അതിൽ നിന്നാണ് ഞങ്ങളും പേയാട് ഇടവകയിലെ ഒത്തിരി സേവനം ചെയ്തത്. ഒത്തിരി സേവനം ഞങ്ങൾ അച്ഛൻ്റെ ഇതിലൂടെ പലരെയും പല സ്ഥലത്ത് വിട്ട് പഠിപ്പിക്കുകയും സ്വയം വീടുകളിൽ നിന്ന് പഠിക്കാൻ, വീടുകളിൽ പഠിക്കാത്തവരെയൊക്കെ കൊണ്ടുവന്ന് പഠിപ്പിക്കാനും ഒക്കെ ഞങ്ങളുടെ സിസ്റ്റേഴ്സിന് സാധിച്ചിരുന്നു. അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ ഓർമ്മകൾ വന്നു. അപ്പൊ ഇങ്ങനെ നല്ല ഇപ്പൊ കുറച്ചുകൂടി ദിവസം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി അച്ചടക്കവും കുറെ പഠിക്കാനുള്ള ഒരു ഉത്തരവാദിത്വത്തിൽ കൂടുതൽ ഊന്നാനായിട്ട് കഴിയുന്നുണ്ട്. കുറച്ച് പിള്ളേരുണ്ട്, അത് ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. അച്ഛൻ ആരെ നോക്കി എല്ലാവരും പാവപ്പെട്ടവരുടെ കർത്താവിന്റെ കൂടെ ജനസാന്ദ്രയം കൂടിയിട്ട് പോലെ അച്ഛൻ വഴിയിൽ കാണുന്ന എല്ലാവരെയും ജീവിക്കാൻ മാർഗമില്ലാത്ത ആഹാരം കഴിഞ്ഞ് എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഒരു കൂര അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല സാഹചര്യം ഒരുക്കി തന്നെയുണ്ട് കർത്താവ്. അതിന് ദൈവത്തിന് നന്ദി പറയുക. നിങ്ങളെ ശുശ്രൂഷിക്കുന്ന ഈ ബ്രദേഴ്സിന് നിങ്ങൾ നന്ദി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി നിങ്ങൾ നല്ലതുപോലെ പഠിച്ച് നല്ല കുട്ടികളായി പുറത്തിറങ്ങണം. സഭയ്ക്കും സമൂഹത്തിനും വീടിനും ഒക്കെ ഉപകാരമുള്ള നല്ല കുട്ടികളായി. ഞാനൊരു ചെറിയ ഇവിടെ അമ്പൂരിൽ നിന്ന് ഒരു കൊച്ചുണ്ടെന്ന് പറഞ്ഞ ആരൊക്കെ ചിരിച്ചു അല്ലേ? അതിന്റെ കഥ അറിയാമോ? മാർത്താണ്ഡ രാജാവ് ഇങ്ങനെ ഓടി ഒളിച്ച് ഇവിടെ ഇങ്ങനെ ഓടി ഊരടിലെത്തി ഒരാൾക്ക് ഒരാളുടെ ദേഹത്ത് അമ്പ ചെയ്തു. അപ്പം ഊരണ അമ്പെന്ന് പറഞ്ഞു. ആ ആള് ഓടിപ്പോയി ഊരടിൽ ഒരു അമ്പൂരി ചെന്ന് അമ്പൂരി എന്നാണ് അങ്ങനെ അമ്പൂരി പേര് ചൊല്ല്. ഊരത്തിൽ അമ്പ് തലക്കപ്പെട്ടു. അമ്പ് ഊരാൻ ഓടി പ്രാരം കൊണ്ട് ഓടി എവിടെ ചെന്ന് ഊരി അമ്പൂരി ചെന്നു. എല്ലാവർക്കും ഞാൻ അവിടെ എല്ലാവർക്കും സന്തോഷമുണ്ട്.
സ്നേഹബഹുമാനമുള്ള സിസ്റ്റർ, KSKM-ലെ എല്ലാ അംഗങ്ങളെയും മറ്റ് മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, എനിക്ക് ഇവിടെ വന്നപ്പോൾ വലിയ സന്തോഷമാണ്. ഈ അവസരം പാഴാക്കാതെ ഇതിൽ എനിക്കും പങ്കുകാരിയാകാൻ പറ്റിയല്ലോ എന്നുള്ളത് നല്ലൊരു സന്തോഷമുണ്ട്. കാരണം സിസ്റ്റർ പറഞ്ഞതുപോലെ ജെയിംസ് സെഷനാണ് കൈനാട് ഇടവകയിൽ. അപ്പോൾ അവിടെ തന്നെ കുട്ടികളെ താമസിപ്പിച്ചു. പിന്നെ അവിടെ നിന്ന് അച്ഛനെ പറ്റാതെ ആയപ്പോഴാണ് കുറച്ചുകൂടി വിപുലമാക്കണം എന്നുള്ള രീതിയിലാണ് അച്ഛൻ ഇവിടെ ഒരു സ്ഥലം വാങ്ങിച്ച് ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങിയത്. അങ്ങനെ ഇവിടെ ഇഷ്ടംപോലെ എത്ര അവശരായിട്ടുള്ള കുട്ടികളെല്ലാം അച്ഛന് കഴിയുന്നിടത്തോളം കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യായിരുന്നു. അങ്ങനെ നല്ലൊരു പുരോഹിതനായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിലായാലും അച്ഛൻ നല്ല രീതിയിൽ പാവപ്പെട്ട മക്കളെ എല്ലാം സഹായിക്കാനും ഓരോരുത്തരെയും ഓരോ രീതിയിൽ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് അവരെ നല്ല രീതിയിൽ കൊണ്ടുവരാനും വളരെയധികം ദരിദ്രരോടുകൂടി എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഒരു അച്ഛനായിരുന്നു. ആ അച്ഛന് ഇത്രയും ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛന്റെ സമയത്ത് തന്നെ നല്ല രീതിയിൽ പരിപാലിക്കുന്നതിന് വേണ്ടിയുള്ള അനുഗ്രഹം സർവശക്തനായ ദൈവം അവർക്ക് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സ്നേഹബഹുമാനമുള്ള ബ്രദർ, സിസ്റ്റർ, സെഞ്ചു ഇടവകയിൽ എത്തിയിരിക്കുന്നവര്, ഈ ബോയ്സ് ഹോമിലെ കുട്ടികള്, ഒരുപാട് സന്തോഷത്തോടുകൂടെയാണ് ഈ വിഷയം വിളിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വിഷയത്തിലൊക്കെ പോകുന്നത്. അപ്പോൾ പൊതുവെ നമുക്കൊരു ധാരണയുണ്ട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ പോയി തിരിച്ചു പോകുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാകുന്നത്. അപ്പം ഇവിടെ വന്ന കാര്യം വെച്ചാൽ മുതലേ നിങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടെ നിങ്ങൾ ഒത്തിരിയധികം സന്തോഷമാണെന്നാണ് തോന്നുന്നത്. അല്ലെ? സന്തോഷത്തിലല്ലേ? നിങ്ങളൊരു ബോണ്ടും നിങ്ങളുടെ പരസ്പരം ഒരു കൂട്ടുകളെ കാണുമ്പോൾ ഒരുപക്ഷെ പുറത്തെ ആൾക്കാരെ കാണുമ്പോൾ നല്ലൊരു സുഹൃത്ത് ബന്ധത്തിലും ഒരു സൗഹൃദത്തിലാണ് ഇവിടെ അയക്കുന്നത്, അല്ലേ? അപ്പോ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടി ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വരുന്ന ഭാഗത്തിൽ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതൊക്കെ അതിജീവിച്ച് നിങ്ങൾ നോക്കുന്ന പ്രകടനത്തിന് നന്ദി അറിയിക്കുകയാണ്. ഇനി നിങ്ങളുടെ കർമ്മ നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിയതിനു ശേഷം തിരിച്ച് ഇവിടേക്കെന്ന് വന്ന് ഇവിടെ വേണ്ട സാഹചര്യങ്ങൾ സന്തോഷങ്ങൾ നൽകാൻ വേണ്ട സാമ്പത്തിക സഹായങ്ങളും മറ്റൊക്കെ നൽകി കൊടുക്കാം. എന്നും സന്തോഷത്തോടുകൂടെ ആയിരിക്കാം. ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഈശോയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അതൊക്കെ മാറ്റി സന്തോഷത്തോടെ ആയിരിക്കാൻ എന്റെ കഴിവിന് പരമാവധി ശ്രമിക്കാം. താങ്ക് യു. ചെറിയ പ്രോഗ്രാമിലേക്ക് കാര്യമാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ 2 ഡാൻസും 2 പാട്ടും ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് വന്നത്. നിങ്ങളും അതുപോലെ 2 ഡാൻസ് 2 പാട്ടും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അതൊക്കെ കാണാം. സന്തോഷമാണ് എല്ലാത്തിന്റെയും മറുപടി. സന്തോഷമായിട്ട് തന്നെ ഇരിക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം, കേൾക്കണേ. പലർക്കും പിച്ചക്കാരെന്ന് കേൾക്കുമ്പോൾ അറപ്പും വെറുപ്പുമെല്ലാമാണ്. സന്തോഷത്തോടെ ഇരിക്കുന്ന നമ്മുടെ മുഖഭാവം പിച്ചക്കാരെന്ന് കേൾക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് മാറി മറിയുന്നത്. പ്രേമിക്കുന്നേരം കാറ്റുമരവും കെട്ടിപ്പൂണൽ പൂവും കുയിലും കൂടിന്നു തേടുമ്പോൾ പാടുന്ന പാട്ടല്ല പ്രേമഗാനങ്ങൾ. പൂവനമില്ല പൂത്തപഴമില്ല കെട്ടിക്കാരൻ വാഹനം. യേശുവേ ജീവദായക, ജീവിതം നിന്നിലേകുന്നു, നിന്നിതം ഞാനെന്നറിയുന്നു. ഉള്ളിനുള്ളിൽ സ്നേഹം മാത്രം പകരുന്നോനെ, എന്നെയും കൺമണിയായി കരുതുന്നോനെ, ഓമന കുട്ടനാക്കുക നാഥ, എന്റെ കൂടെ നീ വരണമേ. ചങ്ക ചക്കച്ച ചങ്ക ചക്കച്ച ചങ്ക ചക്കച്ച ചക്ക ചങ്ക ചക്കച്ച കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. ചങ്ക ചക്കച്ച ചങ്ക ചക്കച്ച മരുഭൂമിയിലും സമൃദ്ധി നൽകും.
എൻ നെഞ്ചം തീയായി കൊള്ളുന്നുണ്ട് എന്നോടിനെ നിന്നെ തേടുന്നുണ്ട് എൻ സഖി ജീവനായി വരൂ കാണാൻ തോന്നുന്നുണ്ട് എൻ നെഞ്ചം തീയായി കൊള്ളുന്നുണ്ട് നിങ്ങളെ ഇവിടെ വരുവാൻ നിങ്ങളുടെ മനസ്സുകളിലെ ഈ ഒരു ഐഡിയ തോന്നിപ്പിച്ചത്. അതോടൊപ്പം നിങ്ങളെ ഇന്ന് ഇവിടേക്ക് അയക്കുവാനായിട്ട് ഇവിടെ വരുവാൻ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വികാരി അച്ഛനോട് പെർമിഷൻ ചോദിക്കുകയും നിങ്ങളുടെ വികാരി അച്ഛനോട് സംസാരിക്കുകയും അച്ഛനെ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇവിടെ വരുവാൻ പ്രോഗ്രാം അനുവദിച്ചു തന്ന നിങ്ങളുടെ ഇടവികാരി ജസ്റ്റിന് അച്ഛന് സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. നവജീവൻ കുടുംബത്തിന്റെ പേരിലും നവജീവൻ ഡയറക്ടർ പ്രതാഭിലാഷിന്റെ പേരിലും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഈ KCY സെഞ്ചോട് ഇടവക തീർച്ചയായിട്ടും ഇടവക ആയതിനു ശേഷം നിങ്ങൾ ചെയ്യുന്ന ഒരു പുതിയൊരു കാര്യമാണ്. അതായത് ഇടവകയായ ശേഷം നിങ്ങൾക്ക് മനോഹരമായിട്ട് ദേവാലയ കാര്യങ്ങളിലും അതോടൊപ്പം ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ ഇതെല്ലാം ഒരു പുതുമയാണ്. ഈ പുതുമയിൽ നിന്നാണ് ഇനി നിങ്ങളുടെ വരുന്ന ഒരു തലമുറയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു വലിയൊരു മാതൃക. ഈ മാതൃകയ്ക്ക് നിങ്ങളെല്ലാം ഇപ്പോൾ ചെയ്യുന്നത് ഓരോ ചരിത്ര നിമിഷങ്ങളാണ്. ഈ ഒരു തുടക്കമാണ്. ഈ തുടക്കത്തിലെ ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷാത്കരിക്കുവാനായിട്ട് ഈ ഒരു KCYM യൂണിറ്റിനെ മുന്നോട്ട് നയിക്കുന്ന KCYM പ്രസിഡന്റ് സ്നേഹം നിറഞ്ഞ KCYM പ്രസിഡന്റ് നവജീവൻ കുടുംബത്തിന്റെ പേരിലും പ്രതാഭിലാഷിന്റെ പേരിലുള്ള സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഇന്ന് നിങ്ങളോടൊപ്പമായിരിക്കുന്ന സ്നേഹം നിറഞ്ഞ സിസ്റ്ററുണ്ട്. സിസ്റ്റർ മനോഹരമായിട്ടുള്ള നിങ്ങൾ ഒരു ചെറിയ ഈ നവജീവൻ കുടുംബം ആദ്യം സ്ഥാപിക്കുന്നതിന്റെ ആ സ്ട്രക്ചറും അന്ന് എങ്ങനെയായിരുന്നു കുട്ടികളുടെ സാഹചര്യവുമൊക്കെ നമുക്ക് ഈ ഒരു സദസ്സിൽ നമുക്ക് പറഞ്ഞു തരികയും അതോടൊപ്പം തന്നെ ഒരു മനോഹരമായിട്ട് ഒരു കുട്ടിയുടെ നാമ്പൂരി എന്ന സ്ഥലത്തിന്റെ ഉത്ഭവത്തിന്റെ ഒരു ഉത്ഭവത്തെ കുറിച്ച് പറഞ്ഞു തരികയും ചെയ്ത സ്നേഹം നിറഞ്ഞ സിസ്റ്ററിനും ഏറ്റവും സ്നേഹത്തോടെ നവജീവൻ കുടുംബത്തിന്റെ പേരിലും നവജീവൻ ഡയറക്ടർ പ്രതാഭിലാഷിന്റെ പേരിലുള്ള സ്നേഹം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുന്ന KCYയിലെ വിഭജനങ്ങളുണ്ട്, പഠിക്കുന്ന കുട്ടികളുണ്ട്, ലിറ്റുബായ കുട്ടികളുണ്ട്, അതോടൊപ്പം അവരുടെ മാതാപിതാക്കളുണ്ട്. എല്ലാവരെയും ഈ ഒറ്റ വാക്കിലെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. നിങ്ങളാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു വലിയ വിജയം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ഈ ഒരു വേദിയെ മനോഹരമായിട്ട് ഡാൻസ് കളിക്കുവാനും
പാട്ട് പാടാൻ കഥ പറയുവാനായിട്ട് നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വന്നു. ഇവിടെ അവതരിപ്പിച്ച ഓരോ പ്രോഗ്രാം അവതരിപ്പിച്ച എല്ലാ കൂട്ടുകാർക്കും നവജീവൻ കുടുംബത്തിന്റെ പേരുള്ള സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഇവിടെ നവജീവൻ കുടുംബത്തിലായിരിക്കുന്ന കുഞ്ഞുകുട്ടികൾക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഇവരെ ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ നവജീവൻ കുടുംബത്തെ ഓർക്കുക. ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടികളെയും ഓർക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ വരുന്ന SSLC എക്സാം എഴുതുന്ന 10ാം ക്ലാസ് പഠിക്കുന്ന 4 കുട്ടികളുണ്ട്, +2 പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇവരെ ഓർക്കുക. നന്നായിട്ട് പഠിക്കുവാനും നന്നായിട്ട് പരീക്ഷകളൊക്കെ എഴുതുവാനുള്ള ദൈവാനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്ന് ഈ പ്രോഗ്രാമത്തിന് ഡാൻസ് ഒക്കെ അവതരിപ്പിച്ച നവജീവൻ കുട്ടികൾക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ഈ ഒറ്റവാക്കിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ബ്രദേഴ്സിന് ഇവിടെയുണ്ട്. അവർക്ക് ഇന്ന് ഒരു വലിയൊരു സന്തോഷത്തിന്റെ ദിവസത്തിലേക്കാണ് ഇന്ന് സെന്റ് ജോസഫ് ആശ്രമത്തിലെ ബ്രദേഴ്സ് ഓഫ് അവർ ലേഡി ഓഫ് കോൺഗ്രിഗേഷനിലെ ബ്രദേഴ്സ് എല്ലാവരും ഒരു സന്തോഷത്തിന്റെ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഇന്ന് ഞങ്ങളുടെ ഒരു ബ്രദർ നൊവിഷ്യേറ്റിലേക്ക് പ്രവേശിക്കുകയും അതോടൊപ്പം ഒരു ബ്രദർ പോസ്റ്റലൻസി, അതായത് ഈ ഒരു സന്യസ്ത സഭയുടെ ആദ്യ തുടക്ക ഫോർമേഷൻ അവർ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ധന്യമായിട്ട് നിമിഷങ്ങളിൽ അവരെ പ്രാർത്ഥനകളിലായിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അവരെയും കൂടെ ഓർക്കുക. നല്ല രീതിയിൽ അവരുടെ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യാനും ഫോർമേഷൻ കാലയളവിൽ ദൈവാനുഗ്രഹങ്ങൾക്ക് ലഭിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഞങ്ങളുടെ ഒരു ബ്രദർ കഴിഞ്ഞ ശനിയാഴ്ച പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്തു. ബ്രദറിന് വേണ്ടി നിങ്ങൾ അച്ഛന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാം. ഇനിയും ധാരാളം ദൈവികാനുഗ്രഹങ്ങൾ കണ്ട് നിറയ്ക്കുവാൻ, അങ്ങനെ വലിയൊരു സന്തോഷത്തിന്റെ നിമിഷത്തിന്റെ ഭാഗമാകാൻ നിങ്ങൾ ഈ ഒരു നവജീവൻ കുടുംബത്തിലും കടന്നു വന്നതിനും ഒരിക്കൽ കൂടി സ്നേഹത്തോടു കൂടി നവജീവൻ കുടുംബത്തിന്റെ പേരിലും സെന്റ് ജോസഫ് ആശ്രമത്തിലെ എല്ലാ പ്രദേശത്തിന്റെ പേരിലും സെന്റ് ജോബിലെ എല്ലാ യുവജനങ്ങൾക്കും ലിറ്റിമയ്ക്കും എല്ലാ മാതാപിതാക്കളും സിസ്റ്ററും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. അലിവൊഴുകും തിരുരൂപം